ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എഡിബിൾ വൈബ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഡ്രൈ പെപ്പർ ചിക്കൻ. ഈ റെസിപ്പിയുടെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഇന്നത് നമ്മൾ ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. നമുക്കപ്പോൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി മാരിനേറ്റ് ചെയ്യാം. ഇനി കോഴിയിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ തൈര്, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പേ ഉപയോഗിക്കുന്നുള്ളൂ. എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്യാവശ്യം ഉപ്പ് ഉണ്ടായതുകൊണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഉപ്പിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഈ ചിക്കൻ മിനിമം ഒരു 5 മണിക്കൂറിലും ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ആ ചിക്കനിലേക്ക് നന്നായിട്ട് മാരിനേഷൻ പിടിക്കത്തുള്ളൂ. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ചിക്കൻ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ട് മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റായി. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. ആ വെള്ളം വറ്റി തീരുമ്പോഴത്തേക്ക് ചിക്കൻ ഓൾമോസ്റ്റ് വെന്തിരിക്കും. ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഫ്ലെയിം ഹൈയിലേക്ക് ആക്കിയിട്ട് ചിക്കൻ ആ പാനിൻ്റെ ഒരു സൈഡിലേക്ക് നീക്കി വയ്ക്കുക. എന്നിട്ട് ആവശ്യമുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് ഒരു 2.5 ടീസ്പൂൺ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചതച്ച കുരുമുളകാണ്, കുരുമുളക് പൊടി അല്ല. ഒരു 1/2 മിനിറ്റ് കുരുമുളക് മൂപ്പിച്ച് കഴിയുമ്പം അതിനകത്തേക്ക് ഒരു 3 ടീസ്പൂൺ സോയാ സോസും ഇട്ട് കൊടുത്തിട്ട് അത് ചിക്കൻ്റെ കൂടെ എല്ലാം മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സാധാരണ 2 ടൈപ്പ് സോയാ സോസ് കിട്ടും, ലൈറ്റും ഡാർക്കും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. ഈ സോയാ സോസും കുരുമുളക് മിക്സ് നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇത് ഇനി 2-3 മിനിറ്റ് കൂടെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പെപ്പർ ചിക്കൻ റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി കുക്കിംഗ്.